കയ്യിൽ വെച്ച് വായിച്ച് അനുഗ്രഹിച്ച് അങ്ങ് പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങൾ കാർഡെല്ലാം എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് പറയാൻ പോവുകയാണ്. ഈ 2026 ഒരുപാട് പുതിയ സ്റ്റെപ്പുകൾ നമ്മൾ വെക്കാൻ പോവുകയാണ്. സന്തോഷമുണ്ടോ? പോരാ. ആമേൻ. പുതിയ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ വെക്കുകയാണ്. നമ്മുടെ വിശ്വാസത്താൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വർഷമാണ് 2026. ആമേൻ. വാഗ്ദത്തം കേൾക്കുകയല്ല, വാഗ്ദത്തം കേട്ടത് ആമേൻ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചുവടുകൾ വെക്കുകയാണ്. സന്തോഷമുണ്ടോ? ഉണ്ട്. വാക്യം എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയില്ല. അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അയ്യോ, നടക്കൊന്നും കിട്ടിയിട്ടില്ല. വേഗം പാസ് ചെയ്യാമോ? എവിടെയാ യോസ്മാരുത്? അവിടെ ബാക്കിൽ ഒന്നും കിട്ടിയിട്ടില്ല. എവിടെ ബാക്കിയുണ്ടോ? വേഗം പാസ് ചെയ്യും. സമയമില്ല. അങ്ങ് കൊടുത്താൽ മതി. എഡ്സാ, അങ്ങ് കൊടുത്താൽ മതി. അവരങ്ങ് വേഗം പാസ് ചെയ്തോളും. കൊടുത്തു. അതേ അവിടെ ബാക്കിലൊക്കെ കൈ പൊക്കുന്നു. നിങ്ങളൊന്ന് കൈ ഉയർത്താമോ? കിട്ടാത്തവർക്ക് ഉണ്ടോ? ഇഷ്ടം പോലെ. ദൈവമേ, അവിടെ ആർക്കും കിട്ടിയിട്ടില്ല. കാർഡാരും പിടിച്ചു വെക്കല്ലേ. കാർഡ് കിട്ടാത്തവർക്ക് ഞായറാഴ്ച തരാം, അടുത്ത ഞായറാഴ്ച തരാം കേട്ടോ. കാരണം ഇന്നലെ എറണാകുളത്തും നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആള് ഇന്നലെ എറണാകുളത്ത് വന്നു. അവിടെയും നമ്മൾ പ്രതീക്ഷയിലേക്കുള്ളപ്പുറം ആൾ ഇന്നലെ അവിടെ രാത്രി വന്നതുകൊണ്ട് ഒത്തിരി കാർഡ് അവിടെ കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ സംഖ്യ എന്നൊക്കെ പുറത്തു പോയി. ഒരു അല്ലലി ഒന്ന് പറഞ്ഞേ. കൂടട്ടെ. അടുത്ത വർഷം ഇതിൽ ഇരട്ടിയാകട്ടെ. ആമേൻ. അപ്പോൾ നിങ്ങളുടെ ദൈവദാസന്മാരുടെ പ്രത്യാശ വർദ്ധിക്കണം. അടുത്ത പ്രാവശ്യം 1000 കാർഡ് മേടിക്കണം. ആമേൻ. കുറച്ച് കാർഡ് കൂടി ഉണ്ട്, അതുകൂടി അങ്ങ് കൊടുത്ത് കിട്ടാത്തവർക്ക്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. സമയം ഓടിപ്പോകുന്നുണ്ട്. നമ്മൾ സന്തോഷമാണോ? എല്ലാം റെഡിയല്ലേ? ഓക്കെ. നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്തു മുന്നോട്ട് പോയി. എങ്കിലും നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബിൽ കൃപയാൽ ഒത്തിരി ആളുകൾ, ഒരുപാട് പേര് നമ്മുടെ മീറ്റിംഗ് കൂടുകയും കഴിഞ്ഞ വർഷം യൂട്യൂബിലൂടെ ഒരുപാട് പേര് അനുഗ്രഹിക്കപ്പെട്ടു. സന്തോഷമുണ്ടോ? ഒത്തിരി പേര് എത്ര ആളെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ ആളുകൾ യൂട്യൂബിലൂടെ വചനം കേൾക്കുകയും മെസ്സേജ് കേൾക്കുകയും ഒക്കെ ചെയ്തു. അത് നമുക്കെല്ലാം ഒരു അനുഗ്രഹമായി. എന്നാൽ നമ്മൾ, എനിക്ക് തോന്നുന്നൊരു 18 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വെബ്സൈറ്റ്, നമ്മുടെ ചർച്ചിൻ്റെ പേരിലൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചു. അത് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിടയ്ക്ക് വെച്ച് നിന്നുപോയി. എന്നാൽ ഇന്ന് ഈ 2026 ആമേൻ, ഈ ആരംഭ ദിവസം ഫോർട്ട് കൊച്ചി ഡെലിവറൻസ് ചർച്ചിൻ്റെ പേരിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആമേൻ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. അതിൻ്റെ ലോഞ്ചിങ്, ആമേൻ, അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. നമുക്കറിയാം, ഒരു വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിന് ആളുകൾക്ക് കൊടുത്ത് അതിനുവേണ്ടി ഒരുപാട് പൈസയൊക്കെ മുടക്കി അവരാണ് അത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. അതെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അത് ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ ഒരുപാട് നാളത്തെ അധ്വാനമാണ് ഇതിൻ്റെ പുറകിൽ നമ്മുടെ സ്റ്റീവ്. ആമേൻ. നമ്മുടെ സജുമാഷിന് മോൻ സ്റ്റീവ്, അതിനകത്ത് വേറെ ആരുടെയും കയ്യില്ല. അവൻ തന്നെയാണ് ഇതിരുന്ന് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ ചർച്ചിൻ്റെയും കാര്യങ്ങളെല്ലാം ചെയ്തു. ഇന്ന് അത് ലോഞ്ച് ചെയ്യാനിടയായി. അത് ഒന്ന് ലോഞ്ച് ചെയ്ത് അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ അത് മോനോ കാണിക്കും. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇന്ന് മുതൽ നമ്മുടെ വെബ്സൈറ്റ്
നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കരം ഉയർത്തി ഒന്ന് ബ്ലസ് ചെയ്തേ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ അതിനെ അനുഗ്രഹിക്കുന്നു. ഡെലിവറൻസ് ചർച്ചിൻ്റെ വെബ്സൈറ്റ് കർത്താവെ, ലോകം മുഴുവൻ ആമേൻ ഉള്ള ആളുകൾ ഈ ആലയത്തെക്കുറിച്ചും ഈ പ്രവർത്തനത്തെക്കുറിച്ചും അറിയേണ്ടതിന്, അവർ ഈ വെബ്സൈറ്റിലൂടെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞങ്ങളതിനെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. അതിൻ്റെ 1-2 കാര്യങ്ങൾ ആ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട്, ഇതിൽ ചർച്ചിൻ്റെ ഹിസ്റ്ററി, അഡ്രസ്സ്, ഗൂഗിൾ മാപ്പ്, അതുപോലെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ 2 ചർച്ചുണ്ട്, പത്തനാപുരത്ത് ചർച്ചുണ്ട്. അത് ചർച്ചിൻ്റെ എല്ലാ ചർച്ചിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. പത്തനാപുരത്തുണ്ട്, കോട്ടയത്തുണ്ട്, കാഞ്ഞിരപ്പള്ളിയിലുണ്ട്, അതുപോലെ നമുക്ക് ചെന്നൈയിൽ അല്ലേ, കോയമ്പത്തൂരുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ 2026 വന്ന് നിൽക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഡെലിവറൻസ് ചർച്ച് എന്ന് പറഞ്ഞ് ആരംഭിച്ച ആ കൊച്ചു ചർച്ച് കേരളത്തിൻ്റെ പലയിടങ്ങളിൽ ആരംഭിക്കാൻ ദൈവം കൃപ ചെയ്തു. ഇത്രയും സന്തോഷമുള്ള കരം അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഒരു കൊച്ചു മുറിക്കകത്ത് ആരംഭിച്ചതാണ്. ഫോർട്ട് കൊച്ചിയിലെ വെളിയിൽ ഒരു കൊച്ചു മുറിക്കകത്ത് ആരംഭിച്ച ഒരു പ്രവർത്തനമാണ്. ആദ്യമേ വിവാഹത്തിന് മുമ്പ്, ആ 7 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഫോർട്ട് കൊച്ചി ചർച്ച തുടങ്ങി. വിവാഹത്തിന് 7 മാസം മുമ്പ്. അതിനുശേഷമാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആരംഭിച്ച ഈ പ്രവർത്തനത്തെ ഇത്രയും ദൈവം വിശാലമാക്കി. ആമേൻ. തിരുവനന്തപുരത്ത് 2 അല്ല 3 ചർച്ചുണ്ട്. പാസ്റ്റർ ജോസിയുണ്ട്, പാസ്റ്റർ രതീഷുണ്ട്. അതുപോലെ നമ്മുടെ എറണാകുളം ടൗണിൽ തന്നെ കളക്ട്രേറ്റിൽ സബ് ഇൻസ്പെക്ടറായി വർക്ക് ചെയ്യുന്ന ഒരു സാറുണ്ട്. ആ സാറ് ട്രിവാൻഡ്രത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് നമ്മുടെ DC-യുടെ തുടങ്ങി. അതും ഒരുപാട് ആളുകൾ കൂടി വരുന്ന ഒരു ചർച്ചാണ്. അങ്ങനെ 100-ലധികം മെമ്പേഴ്സ് ഉള്ള ചർച്ചുകൾ ദൈവം നമുക്ക് നൽകി തന്നു. ശക്തിയോടെ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത്, കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഈ വർഷം ആമേൻ മിഡിൽ ഈസ്റ്റിലും നമ്മൾ ചർച്ച സ്റ്റാർട്ട് ചെയ്യുക. ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അനുവദിച്ചാൽ യൂറോപ്പിൽ നമ്മുടെ ചർച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്ന് വെച്ചാൽ പലരും നമ്മുടെ ചർച്ചുമായി കണ്ടിന്യൂ ചെയ്യാനൊക്കെ ആഗ്രഹിച്ച് നമ്മോട് ചോദിച്ചിട്ടും നമ്മൾ ഇന്ന് വരെ അതിനൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഇനി നമ്മളത് ചെയ്യും. അത് നിങ്ങൾ ഓർക്കുക. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ ഈ ചർച്ചിൻ്റെ എല്ലാം അഡ്രസ്സ്, ലൊക്കേഷൻ, മാപ്പ്, അവിടുത്തെ ദൈവദാസന്മാരുടെ നമ്പർ അതെല്ലാം ഉണ്ടാവും. അതുപോലെ ഓൺലൈൻ കാണുന്നവർക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അഴക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിനകത്തുണ്ട്. ഇതിൽ കാണുന്നവർക്ക് ഏത് പ്രാർത്ഥന വിഷയവും നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഞങ്ങളെ അറിയിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ചർച്ചിൻ്റെ ബ്രാഞ്ചുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, മീറ്റിങ്ങുകൾ, അതിൻ്റെ ടൈം എല്ലാം ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇനി മുതൽ സ്തോത്രം, അത് അവർ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ചർച്ചിലേക്ക് സ്തോത്ര കാഴ്ചയോ ദശാംശമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതുവഴി ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പർ, കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ആമേൻ. അതുകൊണ്ട് സ്റ്റീവ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ മോനെ? അവൻ ബാക്കിലുണ്ട്. കരമടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. മോനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവ് കൂടുതൽ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. ദൈവം തന്ന കഴിവുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആക്കി തീർത്തല്ലോ. ഗോഡ് ബ്ലസ് യു. ഇരുന്നാട്ടെ. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു കാര്യം, സ്തോത്രം, വേഗത്തിൽ സമയത്ത് നിർത്തണം. അതുകൊണ്ടാണ് ഞാൻ അല്പം ഫാസ്റ്റായിട്ട് പോകുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചർച്ച് ലീഡേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു. നമ്മൾ ഇങ്ങനെ മാറി എടുക്കാറുണ്ട്. ആ ലീഡേഴ്സ് എല്ലാം നമുക്ക് ചർച്ചിന് ഒരുപാട് അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം നടന്ന ഫാസ്റ്റിംഗ് പ്രേയർ,
അതൊത്തിരി ഒത്തിരി അനുഗ്രഹത്തിന് കാരണമായി. അവരാണ് ഈ ചർച്ചിൻ്റെ നട്ടെല്ല്. സ്തോത്രം ചെയ്തേ. ഞാൻ കൂടെ പറയാറുണ്ട്, ഞാൻ മറ്റൊരു കാര്യത്തിലും ഇടപെടാറോ ചെയ്യാറോ ഇല്ല. കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവർ തന്നെയാണ്. ഇവിടെ വരുന്ന ദൈവദാസന്മാർക്ക് ആമേൻ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ, ഇവിടെ വരുന്നവരെ നിയന്ത്രിക്കാൻ, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ, ഈ ആലയത്തിൻ്റെ മറ്റു ചില ഭൗമിക വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യാൻ ഒക്കെ നമ്മുടെ ലീഡേഴ്സ് കാണിച്ച ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എൽഡേഴ്സായിരുന്ന എല്ലാ ദൈവദാസന്മാരും ഒന്ന് സ്റ്റേജിലോട്ടൊന്ന് വരാമോ? എല്ലാവരും ഒന്ന് പ്ലീസ് ഒന്ന് വന്നേ. വേഗം സ്റ്റേജിലോട്ട്. കർത്താവിൻ്റെ ദാസൻ സോജൻ ഇവിടെ ഇല്ല, താൻ ദുബായിയുടെ പ്രദേശത്താണ്. സ്തോത്രം കയറിയുന്ന താൻ ഒരു 3 മാസത്തേക്ക് ജോലിയുള്ള ബന്ധത്തിൽ കടന്നു പോയതാണ്. ഇവിടെ നേരെ ഒന്ന് കരം നീട്ടിക്കേ. അവരെ ദൈവം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ആലയം സഭ ദൈവത്തിൻ്റെതാണ്. ആ ചർച്ചിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങൾ ഈ സഭയോട് ചേർന്ന് നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ പരിജ്ഞാനവും കൃപയും ഒക്കെ ദൈവം അവിടെ മേൽ പകർന്നു. ആമേൻ, സ്തോത്രം. കർത്താവ് അവരെ അനുഗ്രഹിപ്പാൻ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ച്, തമ്പുരാനെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ ദാസന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ചർച്ചിനോട് ചേർന്ന് കർത്താവെ അങ്ങയുടെ വേലയിൽ പങ്കാളികളാവാൻ ദൈവം അവർക്ക് കൊടുത്ത കൃപയ്ക്ക് നന്ദി. ഞങ്ങളവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ, ആമേ. പോകരുത് കേട്ടോ, അവിടെ നിൽക്കണേ. ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. ഞാൻ 1-2 പേരുകൾ വിളിക്കുന്നവർ ഓടി ഒന്ന് മുന്നോട്ട് വരണേ. സുനിൽ വിൽഫ്രഡ്, ആമേൻ, മുന്നോട്ട് വാ. അതുപോലെ ജയൻ വൈപ്പിൻ, ആമേൻ, മുന്നോട്ട് വന്നാട്ടെ. സാജൻ കുമ്പളങ്ങി, മുന്നോട്ട് വാ, ഓടി വാ. ഡേവിഡ് ബർ ചിരട്ടപ്പാലം, ഡേവിഡ് ബർ. അതുപോലെ നമ്മുടെ ജെൻസൺ മുന്നോട്ട് വന്നേ. റോബർട്ട് ബർ സ്റ്റേജിലോട്ട് വർ. റോബർട്ട് ബർ കുമ്പളങ്ങി. ജോൺ ബ്രദർ തൊപ്പമ്പടി, മുന്നോട്ട് വാ. ഒന്ന് മുട്ടുകുത്താമോ? മുട്ടുകുത്താൻ പറ്റുമോ? ഒന്ന് മുട്ടുകുത്തിക്കേ. ഒന്ന് കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ധൈര്യമായിട്ട് കൈവച്ചു. അവരുടെ മേൽ, അവരുടെ ഷോളറയിലോ എവിടെയാണെന്ന് വെച്ചാൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു. കാരുണ്യവാനും ബലവാനുമായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിവരെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച, നിന്റെ കൃപ ഇവരിൽ ആഴമായി പെരുകേണ്ടതിന്, ചർച്ചിൻ്റെ വാർച്ചയ്ക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് കർത്താവ് ഇവരെല്ലാവരും ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വർഷമൊക്കെയും ദൈവത്തിൻ്റെ കൃപ ആഴമായി പെരുകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച, എല്ലാ അനുഗ്രഹവും നിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവർ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാണ് ഈ ഉള്ള വർഷം ഇവര് ഈ ചർച്ചിന്റെ തൂണായി നിൽക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഒന്ന് എഴുന്നേറ്റ്. ഞാൻ 1-2 കാര്യം കൂടി ഈ ദൈവദാസന്മാരെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ അവർ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ഏറ്റെടുത്ത് ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ വന്ന് കയറിയിരിക്കുമ്പോൾ അടുത്തൊരാൾക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു കസേര അവിടെ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് പറയും, പ്ലീസ് ഒന്ന് പറ, ഒന്ന് നീങ്ങിയിരിക്കണേ. അവരോട് നിങ്ങൾ വഴക്കുണ്ടാക്കരുത്, അവരോട് പിണങ്ങരുത്. അത് അവർ ആ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടാണ്. അവരും ഈ ചർച്ചിൻ്റെ അംഗങ്ങളല്ലേ. അപ്പോൾ അവർ നമ്മോട് പറയുമ്പോൾ ഈ ചർച്ചിൻ്റെ കാര്യങ്ങൾ എല്ലാം അവർ വ്യാപകരാണ്. അപ്പോൾ ചർച്ചിൻ്റെ എന്ത് കാര്യങ്ങൾ അവർ ചെയ്താലും നമ്മളും കൂടി അതിനോട് സഹകരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അവരോട് പിണങ്ങരുത്, പ്ലീസ് പിണങ്ങരുത്. എന്നെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ അവരെ സ്നേഹിക്കണം. എങ്കിലും മാത്രമേ നമ്മുടെ ചർച്ച അടുത്ത ലെവലിലേക്ക് എന്ത് ചെയ്യൂ, വളരത്തുള്ളൂ. രാമൻ എന്ന് പറഞ്ഞേ, നിങ്ങൾ കരമുയർത്തി അവരെ ഒന്ന് ബ്ലസ് ചെയ്തേ. എല്ലാവരും ഒന്ന് ബ്ലസ് ചെയ്തേ. കരപിടിച്ച് കർത്താവിന് നന്ദി പറ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. കർത്താവ് കൂടുതൽ അവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന് വലിയ അനുഗ്രഹവും
വാഴ്വും ഉണ്ടാകട്ടെ. ഇന്ന് ആദ്യമായിട്ട് ഈ ചർച്ചിൽ ആദ്യമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അവർക്ക് വേണ്ടി ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഗോഡ് ബ്ലസ് യു. എല്ലാവരും ഒന്ന് കൈ നീട്ടിക്കുക, അവിടെ മേൽ ഒന്ന് കരം നീട്ടിക്കേ. നമുക്ക് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ നടുവിൽ ആമേൻ അവർ കടന്നു വന്നല്ലോ. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ദൈവം അവിടെ മേൽ പകരണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർ വന്നത് ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിന്മേൽ ഒരു മറുപടി കണ്ട് മടങ്ങുവാൻ ദൈവം കൃപ ചെയ്യും. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡേവിഡിൻ്റെ വിവാഹം അനുഗ്രഹമായി നടന്നു. അടുത്ത സൺഡേ അവരുണ്ട്. ഞായറാഴ്ച അവർ സാക്ഷ്യം പറയും. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി സമയം കളയുന്നില്ല. ഓടിച്ച് ഒരു കൊച്ചു മെസ്സേജ് ഒന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് കൃത്യം 10 മണിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് തന്നു വിടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് 1 മിനിറ്റ് പോലും ഞാൻ കൂടുതൽ എടുക്കത്തില്ല. പ്രാർത്ഥിച്ച് നമ്മൾ വേഗത്തിൽ അവസാനിപ്പിക്കും. 65-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് എടുക്കാമോ? സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. ആമേൻ. ഈ വാക്യമാണ് ഇന്നലെ രാത്രി ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാക്യമാണ് ഈ തിരുവചനം. നീ സംവത്സരങ്ങളെ നിന്റെ നന്മ കൊണ്ട് എന്ത് ചെയ്യുന്നു? അലങ്കരിക്കുന്നു. ഈ വർഷം ദൈവം ഒരുപാട് നന്മകൾ കൊണ്ട് ദൈവം നമ്മെ അലങ്കരിക്കും. ആമേൻ. ഒരു വസ്ത്രം ധരിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവം ആമേൻ ഒരു ആഭരണം ധരിപ്പിക്കുന്നത് പോലെ, അലങ്കരിക്കുന്നത് പോലെ, എങ്ങനെ കാണുന്നവർക്ക് അനുഗ്രഹമാകുമോ, എങ്ങനെ നമ്മളെ വീക്ഷിക്കുന്നവർക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമാകുമോ, അതുപോലെ ദൈവം നമ്മെ അലങ്കരിക്കാൻ പോകുകയാണ്. എങ്ങനെയാ അലങ്കരിക്കുന്നേ? എന്തെങ്കിലും കൊണ്ടല്ല ദൈവം നമ്മെ അലങ്കരിക്കുന്നത്. ദൈവം നമ്മെ അലങ്കരിക്കാൻ പോകുന്നത് ദൈവത്തിന് നന്മ കൊണ്ടാണ്. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? അനവധി നന്മകൾ കൊണ്ട് ദൈവം നിന്നെ അലങ്കരിക്കാൻ പോകുകയാണ്. ജീവനും ഭക്തിക്കും ആവശ്യമായത് എല്ലാം തന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നീ പോകുന്ന വഴിയിലൊക്കെ ഒരു വലിയ നന്മയുണ്ടാകാൻ പോകുക. ആവർത്തന പുസ്തകം 28-ാം അധ്യായം പറയുന്നത് പോലെ നീ അകത്ത് വരുമ്പോൾ നിനക്ക് നന്മയുണ്ടാകാൻ പോകുകയാണ്. നീ പുറത്ത് പോകുമ്പോൾ നിനക്ക് നന്മയുണ്ടാകാൻ പോകുകയാണ്. ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി തിരിച്ചു പോകാൻ പോകുകയാണ്. നിന്റെ മാവ് കുഴക്കുന്ന തൊട്ടി അത് നന്മയായി മാറാൻ പോകുന്നു. നിന്റെ ഗോശാലകൾ നന്മ കൊണ്ട് നിറയാൻ പോകുകയാണ്. ആട്ടിൻപറ്റങ്ങൾ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കാൻ പോകുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിന്റെ തലമുറ നന്മ കൊണ്ട് നിറയാൻ പോകുകയാണ്. ഈ ആലയ ഒരു നന്മ കൊണ്ട് നിറയാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം തട്ടി ദൈവത്തിന് നന്ദി പറ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്നത്. എന്റെ ശൂന്യതകൾ മാറ്റി, എന്റെ ഇല്ലായ്മകൾ മാറ്റി, എന്റെ വല്ലായ്മകൾ മാറ്റി ഒരു നന്മ കൊണ്ട് നിറക്കുന്ന ഒരു അവൻ വർഷമാണ് ഈ 2026. കരമടിച്ച് സ്വീകരിച്ച് ഈ സംവത്സരങ്ങളെ ദൈവം നന്മ കൊണ്ട് നിറക്കും. നന്മ കൊണ്ട് ദൈവം അലങ്കരിക്കും. 2-ാമത്തെ വാക്യം നിങ്ങൾ കുറിച്ചു വെക്കണം. പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിനക്കൊരു പുഷ്ടി ഉണ്ടാകും. നിന്റെ എല്ലാ വഴികൾ നിനക്കെന്നുണ്ടാകും, ഒരു പുഷ്ടി ഉണ്ടാകും. മറക്കല്ലേ, സംവത്സരങ്ങൾ നന്മ കൊണ്ട് അലങ്കരിക്കുക മാത്രമല്ല, നിന്റെ എല്ലാ വഴികളിലും നിനക്കൊരു പുഷ്ടി ഉണ്ടാകും. ഒരു സ്വത്രം പറഞ്ഞാമോ? ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. പുഷ്ടി എന്ന വാക്കിന് ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിട്ടുള്ളത് അനോയിന്റിംഗ് എന്ന വാക്യമാണ്. അഭിഷേകത്താൽ നിന്റെ വഴികൾ അനുഗ്രഹമാകാൻ പോകുന്നു. അഭിഷേകത്തിന്റെ സാന്നിധ്യത്താൽ നിന്റെ വഴികൾ അത് അനുഗ്രഹമാകാൻ പോകുന്നു. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, നിന്റെ വഴികൾ നന്മയാകാൻ പോകുന്നു. നിന്റെ വഴികൾ പുഷ്ടി പ്രാപിക്കാൻ പോകുന്നു. നിന്റെ പാതകൾ പുഷ്ടി പ്രാപിക്കാൻ പോകുന്നു. നീ കാല് വെക്കുന്നിടത്ത്, നീ തൊടുന്നിടത്ത് നിനക്കൊരു പുഷ്ടി ഉണ്ടാകും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അവൻ ഞാൻ ഒരു വാക്യം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാം. ഒരിക്കൽ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഈ മാസത്തിന്റെ ആരംഭം അല്ലെ, നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി മാറണം. അവൻ യഹൂദന്മാര് ആചരിച്ചുകൊണ്ടിരുന്നത് ഈജിപ്തുകാരുടെ കലണ്ടറാണ്. ഈജിപ്തിന്റെ കലണ്ടർ അനുസരിച്ച്, ഈജിപ്തുകാരുടെ കലണ്ടറാണ് യഹൂദന്മാർ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈജിപ്തിന്റെ കലണ്ടർ അനുസരിച്ച് 7-ാം മാസമാണ് ആബീബ് മാസം എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ 1-ാം മാസം ആബീബ് എന്ന് പറയുന്ന മാസമാണ്. ആബീബ് മാസം ഈജിപ്ത് കലണ്ടറിൽ വരുമ്പോൾ അത് 7-ാമത്തെ മാസമാണ്. ഈജിപ്ത് കലണ്ടറിലെ 7-ാം മാസമാണ് യഹൂദന്റെ ആബീബ് മാസമായ 1-ാം മാസം. ദൈവം പറഞ്ഞു, ഈജിപ്തുകാരുടെ കലണ്ടറിൽ 7-ാം മാസമോ 8-ാം മാസമോ എന്തുമാകട്ടെ, പക്ഷെ നിങ്ങൾക്ക് ഇത് ആണ്ടിന്റെ ആരംഭമാകും. അവൻ പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആക്കി തരാം. ഈജിപ്ത് കലണ്ടറിലെ 7-ാം മാസം ദൈവം പറഞ്ഞു ഇത് ആണ്ടിന്റെ ആരംഭമായിരിക്കും. അത് ഏതു മാസമാ പറഞ്ഞതെന്നറിയാമോ? ആബീബ് മാസം. ആബീബ് മാസമായ മാസത്തെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഇത് ആണ്ടിന്റെ ആരംഭമായിരിക്കും. ഇന്നലെ രാത്രി ഈ വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ ഈ യഹൂദന്റെ കലണ്ടറും ഈജിപ്തിന്റെ കലണ്ടറും ഒക്കെ ഒന്നെടുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈജിപ്തിന്റെ കലണ്ടറിൽ 7-ാം മാസം എന്ന് പറയുന്നത് യഹൂദന്റെ ആബീബ് മാസമാ. ദൈവം എങ്ങനെയാണ് അവരുടെ 7-ാം മാസത്തെ ഇവരുടെ ആണ്ടിന്റെ ആരംഭമാക്കിയത്? അതിനൊരൊറ്റ കാര്യോടെ കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞാടിനെ അവർ അറുത്തു. ഒരു കുഞ്ഞാടിനെ അവർ അറുത്തു. ആ കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം അവിടെ കട്ടപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടി. ആ രക്തം അവർ താമസിച്ച വീടിന് ചുറ്റും അവർ പുരട്ടി. അവിടെ തലമുറകളുടെ മേൽ ആ രക്തത്തിന്റെ അടയാളം ഉണ്ടായി. ആ രക്തത്തിന്റെ അടയാളം അവരുടെ കുടുംബത്തിനകത്ത് വന്നു വീണപ്പോൾ ദൈവം പ്രവചിച്ചു പറഞ്ഞു ഇത് ആണ്ടിന്റെ ആരംഭമായിരിക്കും എന്ന് വെച്ചാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്കൊരാരംഭം ദൈവം തരികയാണ്. ഒരാരംഭം ദൈവം തരികയാണ്. വേണമെന്ന് ആവശ്യമുള്ളവർ ആത്മാവിൽ അത് സ്വീകരിച്ചോ. അവൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനത്തിന് ഒരാരംഭം ദൈവം തരികയാണ്. പൗലോസ് പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആ ദിവസത്തോളം അത് തികക്കാൻ അവൻ ശക്തൻ. നിങ്ങളിൽ ഈ ആണ്ടിന്റെ ആരംഭത്തിൽ ദൈവം നല്ല പ്രവർത്തികൾ ചെയ്യാൻ പോകുകയാണ്. ആരോടൊക്കെയോ പരിശുദ്ധന പറയുന്നു 2025 ഒരു പക്ഷെ നിനക്ക് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞേക്കാം. അത്രമണ്ട് സന്തോഷിപ്പിക്കുന്ന ദിവസങ്ങൾ ഇല്ലായിരിക്കാം. എന്നാൽ ഈ പുതുവർഷം അങ്ങനെയല്ല. നിന്റെ വായിക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. നിന്റെ അധരത്തിന് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഈ ദൂത് എന്നോടാണ് എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചങ്ങ് ഇല്ലായ്മകളെ ദൈവം പണിയാൻ പോകുന്നു. നിന്റെ ശൂന്യതകളെ ദൈവം പണിയാൻ പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് ഇന്ന് പകൽ സംഭവിക്കട്ടെ. എവിടൊക്കെയോ ശൂന്യതകൾ ഉണ്ടായത് ഇന്ന് പകൽ മാറട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേട്ടതുപോലെ കഴുകനെ പോലെ ദീർഘദൃഷ്ടി പ്രാപിച്ച്, കഴുകനെ പോലെ ബലം പ്രാപിച്ച്, കഴുകനെ പോലെ പുതുക്കം പ്രാപിച്ച് മുന്നേറുന്ന ഒരു 2026 ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലാൻ പോകുകയാണ്. ഞങ്ങളുടെ ദൈവത്താൽ ഞങ്ങൾ മതിൽ ചാടിക്കടക്കാൻ പോകുകയാണ്. തടസ്സമായി നിൽക്കുന്നത്, പ്രയാസമായി നിൽക്കുന്നത്, പ്രതിസന്ധിയായി നിൽക്കുന്നതിന് 2026 ഞങ്ങൾ ചാടിക്കടക്കും. അത് നിങ്ങൾ ആമേൻ പറഞ്ഞ് കേട്ടെടുക്കണം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അവൻ ദൈവസഭയെ നോക്കി ഒരു കാര്യം പബ്ലിക്കിൽ ആത്മാവിൽ ഡിക്ലെയർ ചെയ്ത് പറയാണ്. ഈ അടുത്ത സ്തോത്രം ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത വർഷം തൂണില്ലാതെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവം വഴികൾ തുറക്കും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം, നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ചു. ഈ സ്ഥലം ദൈവകൃപയാൽ ഇത് 2 പ്രോപ്പർട്ടി ആയിരുന്നു. അങ്ങനെ ഈ സ്ഥലം വാങ്ങിച്ചു. അതിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം.
അങ്ങനെയാണ് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ തറവാട് വിറ്റപ്പോൾ കിട്ടിയ ഒരു കൊച്ചു പൈസ കൊണ്ട് ഞാൻ ഇതിന് മണ്ടയിൽ ഇങ്ങനെ തൂണ് കൊടുത്ത് ഒരു വീട് പണിതു, ഒരു വീട് മേലെ പണിതു. എന്നെ ഓർമ്മ ശരി, അന്ന് 17 ലക്ഷം രൂപ ആ വീടിന് അത് പണിയാനായി. ആരോടും വാങ്ങിച്ചതല്ല, ദൈവം തന്ന പണം കൊണ്ട് അത് പണിതു. സ്തോത്രം. അതിനുശേഷം നമ്മളിവിടെ ടെൻ്റ് അടിച്ചു. വീണ്ടും ആ സ്ഥലം നമ്മൾ പള്ളിക്ക് വേണ്ടി മുഴുവൻ എടുത്തു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇതിൻ്റെ പുറകിൽ ആ സ്തോത്രം ഒരു 4-5 സെൻറ്റിനടുത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്. ആ വീട് ഇത് മുഴുവൻ പള്ളിക്ക് വേണ്ടി ആൽബർട്ടങ്ങൾ എന്നോട് പറഞ്ഞു, പക്ഷേ ഇത് പാസ്റ്റർ പൈസ മുടക്കി ഇത്രയും ചെയ്തതാ, ഇതൊരിക്കലും ചർച്ചിനോട് ചേർക്കരുത്, പാസ്റ്റർക്ക് എന്തെങ്കിലും അവസാനം വേണ്ടേ. ഞാൻ ഞങ്ങളെ കുഴപ്പമില്ല, അത് ആലയത്തിന് വേണ്ടി ഞാൻ മാറ്റിയിട്ടു. എന്നാൽ ആലയത്തിൽ പെടാതെ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാളെ അവർ ചോദിക്കുകയാണ്, പപ്പ ദൈവത്തെ സേവിച്ചു, പപ്പ കിട്ടിയതൊക്കെ ആലയത്തിന് വേണ്ടി മുടക്കി, ഞങ്ങൾക്ക് എന്തുണ്ട് എന്ന് നാളെ എൻ്റെ നേരെ വരെ ചൂണ്ടിയാൽ എനിക്ക് പറയാൻ ഒരു വാക്ക് വേണം. അതുകൊണ്ട് ഇതിന് പുറകിൽ ഒരു 4-4.5 സെൻറ്റ് 5 സെൻറ്റിനടുത്ത് ഒരു കൊച്ചു വീട്, പഴയ വീട് അന്ന് ഞാൻ വാങ്ങിച്ചു. ആമേൻ. 1 രൂപ പോലും ചർച്ചിൽ നിന്നോ ചർച്ചിൻ്റെതായിട്ടോ ആരുടെ ഇന്ന് വാങ്ങിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അതിന് ദൈവം സാക്ഷി. ആമേൻ. കർത്താവിൻ്റെ ആൽബർട്ടങ്ങൾ സാക്ഷി. പ്രൈസ് ദി ലോർഡ്. അന്ന് അത് വാങ്ങിച്ചപ്പോൾ എൻ്റെ അകത്ത് ദൈവം തന്നൊരു പ്രേരണ, ഞാൻ കിട്ടിയതൊക്കെ കർത്താവിന് വേണ്ടി ചെലവിടുമ്പോൾ നാളെ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എന്നോട് ചോദിക്കരുത്, പപ്പ ദൈവത്തെ സേവിച്ചിട്ട് എന്ത്. അതുകൊണ്ട് അത് ആമേൻ സിന്ധുവിൻ്റെ പേരിൽ തന്നെ ആ കൊച്ചു വീടും സ്ഥലവും ഞാനൊന്ന് വാങ്ങിച്ചെഴുതി. ആമേൻ. എന്നാൽ കഴിഞ്ഞ ദിവസം ദൈവം തന്നൊരു ആത്മപ്രേരണയാൽ ഞാൻ ഒരു ആളെ കൊണ്ടുവന്ന് ഇത് മുഴുവൻ അളന്ന്, ആമേൻ, ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു എഞ്ചിനീയറിനടുത്ത് പോയി ആമേൻ ചർച്ച് വീണ്ടും നീളം കൂട്ടുവാൻ ഞാൻ വരപ്പിക്കാനിടയായി. ആമേൻ. എന്ന് വെച്ചാൽ ഈ തട്ടിൻ്റെ ലെവലിലേക്ക് പുറകിൽ ആ പഴയ വീട് ഇടിച്ചു കളഞ്ഞ് അത് ബാക്കിലോട്ട് വീണ്ടും അത് വാർത്തിട്ട്, ഇതിന് ബാക്കിലോട്ട് വീണ്ടും ഫുള്ള് വാർത്തിട്ട് അതിൻ്റെ ടോപ്പ് മുഴുവൻ, ആമേൻ, ഏകദേശം ഒരു 7000 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരും. അങ്ങനെയുള്ള ഒരു വമ്പൻ ചർച്ച് പണിയാൻ നമ്മൾ രൂപം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, അത് ആമേൻ, അത് കൃപയാൽ അതിൻ്റെ താഴെ ഭാഗം ഞാൻ പറഞ്ഞു, താഴെ ഭാഗം ആമേൻ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ടോപ്പ് മുഴുവൻ ആലയത്തിന് വേണ്ടി കാര്യങ്ങൾ ഞാൻ വിടുകയാണ്. എന്നാൽ സ്തോത്രം, എൻ്റെ കയ്യിലൊന്നുമില്ല, ശൂന്യതയാണ്. പക്ഷെ വാഗ്ദത്തം കേട്ടിരുന്നാൽ ഒരിക്കലും ദൈവം ചെയ്യത്തില്ല. ആമേൻ. കേൾക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ചെയ്യാൻ കഴിയത്തില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ തുടങ്ങും. ആമേൻ. സ്തോത്രം. എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. വിശ്വാസത്താൽ കഴിഞ്ഞ ദിവസം ലെസ്റ്റർ മോനും ഞാനും പോയി ഏറ്റവും നല്ല ഒരു എഞ്ചിനീയറെ കണ്ടു. അമേരിക്കയിലും സ്തോത്രം മിഡിൽ ഈസ്റ്റിലുമൊക്കെ വലിയ വലിയ ബിൽഡിംഗ് പണിയുന്ന ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരാളെ ചെന്ന് കണ്ട് ആ പുള്ളിയെ കൊണ്ട് വരപ്പിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. സ്തോത്രം. ആമേൻ. അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്ട്രെച്ചർ വർക്ക് തന്നെ ചെയ്യാൻ ഏകദേശം 2-3 കോടി രൂപ അടുത്ത് വരും. സ്തോത്രം. 2 കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തെ കണ്ടിട്ട്, 2 നിങ്ങളെ കണ്ടിട്ട്. അത് കിട്ടിയിട്ട് പണിതെന്നല്ലേ നിങ്ങൾ ചിന്ത? അത് കിട്ടിയിട്ട് പണിതെന്നല്ലേ? ഇല്ല, നിങ്ങൾ തരും. അതെ, ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അല്ലേ? സ്തോത്രം. എൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്നറിയോ? എൻ്റെ കയ്യിലുള്ളത് ഞാനങ്ങ് വർത്താനം വേണ്ടി വലിച്ചെറിയും. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇട്ടിട്ടുണ്ട്, ബാക്കി നീ ഇട്ടേക്കണം. സ്തോത്രം. നമ്മൾ ചർച്ചൊക്കെ പണിതു. ചർച്ചെല്ലാം പണിത് ഒരു ദിവസം കറണ്ട് പോയി ചൂടെടുത്ത് ഇതിനകത്ത് ഇങ്ങനെ ആവി കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം, കർത്താവേ, ഞങ്ങൾക്ക് ജനറേറ്റർ വേണം. 5000 രൂപ കയ്യിലുണ്ട്. അതിന് പോയി സിമെൻറ്റും നിശ്ചയം എടുത്തു. കർത്താവദാസ റിജീഷ് ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടി അവിടെ അതിനൊരു പ്ലാറ്റ്ഫോം പണിത് തേച്ച്
എല്ലാം വെച്ചിട്ട് പിറ്റേ ദിവസം പ്ലാറ്റ്ഫോമിൽ കയറി പറഞ്ഞു, കർത്താവേ പ്ലാറ്റ്ഫോം റെഡിയാണ്, ജനറേറ്റർ അങ്ങ് കൊണ്ടുവരണം. കർത്താവ് കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാനങ്ങ് സ്റ്റെപ്പ് വെക്കുക. ആ തട്ട് വാർക്കാൻ വേണ്ടി തന്നെ 15 ലക്ഷം രൂപയാവും. പിന്നെ സ്തോത്രം പോയി. അത് തട്ട് വാർക്കാൻ, ലെവലിൽ വാർക്കാൻ പിന്നങ്ങ് തുടങ്ങും. പിന്നങ്ങ് തുടങ്ങിയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് ഒരു പിടുത്തവുമില്ല. എന്താണെങ്കിലും 2026 നമ്മളങ്ങ് തുടങ്ങിയ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എന്തിനാണെന്നറിയോ അത് ചെയ്തത്? എനിക്ക് 2026 ആരംഭത്തിൽ ഇത് നിങ്ങളോട് പറയണമെങ്കിൽ ഞാനൊരു സ്റ്റെപ്പ് വെച്ച് പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. 12,000 രൂപ കൊടുത്ത് ഒരാളെ കൊണ്ടുവന്ന് ഇത് അളപ്പിച്ച് അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്തെങ്കിൽ ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ അത് ചെയ്യാനുള്ള സാമ്പത്തികം, അതിനുള്ള നന്മകൾ ദൈവം നമുക്ക് ഒരുക്കി തരും. കരം തട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നീ സംവത്സരങ്ങള് നന്മ കൊണ്ട് നിറക്കോ. ആലയത്തിന്റെ സ്ഥിതി അവൻ ദൈവം വ്യത്യാസപ്പെടുത്തോ. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവം തന്നെ ജനത്തിന്റെ ദൈവം തന്നെ ജനത്തിന്റെ എന്ത് മാറ്റും? അടുത്തിരിക്കുന്ന 2 പേരെ മുഖത്ത് നോക്കി കൈ കൊടുത്തു പറ, ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ ഇന്നു മുതൽ സ്വപ്നം കാണണം, ആത്മാവി കാണണം. വളരെ വിശാലമായ ചർച്ച്, അതിനകത്ത് ഒരു 250-300 പേർക്ക് ഇരിക്കാനുള്ള ബാൽക്കണി ഉണ്ടാവും. ഒന്ന് കണ്ടേ. ആമേൻ. അതിന്റെ ഹൈറ്റ് ഏകദേശം 20 അടി ഹൈറ്റ് ഉണ്ടാകും. ആമേൻ. വളരെ വിശാലമായ, എത്ര പേര് വന്നാലും ഒരു കൺവെൻഷൻ നടത്താൻ പറ്റിയ നിലയിലേക്ക് ഇത് വിശാലമാക്കും. കർത്താവ് അനുവദിക്കുന്ന നിങ്ങൾ പൊക്കത്തെ വീടെല്ലാം ഇടിച്ചു പൊളിച്ച് നമ്മൾ കളയും. അത് മുഴുവൻ നമ്മൾ ആലയത്തിന് വേണ്ടി എടുക്കും. ഒരു ഹല്ലേലൂയ പറ. ദൈവം നമ്മൾ വിശാലമാക്കും, വിശാലമാക്കും. കരമടിച്ച് കർത്താവിന് നന്ദി പറ. ആലയത്തെ വിശാലമാക്കുന്ന വർഷമാണ്. ആലയത്തിന്റെ സ്ഥിതിയെ ദൈവം വർദ്ധിപ്പിക്കുന്ന വർഷമാണ്. പോരെ പോരെ, കരമടിച്ച് ആത്മനിറവിലൊന്ന് പ്രാർത്ഥിച്ച് 2026 തുടക്കമാണ്, തുടക്കമോ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അടുത്തിരിക്കുന്ന 2 പേരോട് പറ, ഇന്നു മുതൽ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കും. പറ, ഇന്നു മുതൽ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. ആമേൻ. ഒരു ആമേൻ പറഞ്ഞേ. സ്തോത്രം. ഞാൻ ആൽബർട്ടങ്ങളെ, എവിടെ ആൽബർട്ടങ്ങൾ ഉണ്ട്? ഉണ്ട്. ആൽബർട്ടങ്ങളെ ഒന്ന് എഴുന്നേറ്റിരുന്നേ. ഞാൻ ഒരു കാര്യം കൂടി ഈ ജനത്തിനോട് സ്പോൺസർ ചെയ്യാണ്. എന്ന് വെച്ചാൽ അപ്പുറത്തോട്ട് വാർക്കാൻ ഒരു 15 ലക്ഷം രൂപയാവും. 15 ലക്ഷം രൂപ. ആ 15 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാർത്തുകൊള്ളാം. ഒരാൾ 1 രൂപ തരണ്ട, ഒരാൾ 1 രൂപ തരണ്ട. സ്വത്രം. ഈ യാത്ര പോയൊക്കെ കിട്ടിയത് അല്പം സ്വല്പമായിട്ട് ഇവരാരും അറിയാതെ ഇച്ചിരി മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. 1 രൂപ പോലും ദൂർത്തടിക്കത്തില്ല. ദൈവം തരുന്ന 5 പൈസ പോലും അനാവശ്യമായി ദൂർത്തടിക്കത്തില്ല, ചെലവഴിക്കത്തില്ല. അതിൻ്റെ മുതലും ദൈവം തരുന്നത് 10 ആണെങ്കിൽ 20 അങ്ങോട്ട് കൊടുത്ത ഞാൻ കർത്താവിനെ സേവിക്കുന്നേ. അതുകൊണ്ട് അങ്ങോട്ടുള്ള തട്ടുവാർത്ത്, ആമേൻ, മുകളിൽ നില വരെ ഞാൻ എത്തിച്ചേരാം. ബാക്കി നിങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്താൽ മതി. അത്ര റെഡിയാണോ? റെഡിയാണോ? അടുത്തിരിക്കും 2 പേരോട് പറ, ബാക്കി നമ്മൾ പണിയണം. ബാക്കി അപ്പൊ ഇന്നോട്ട് റെഡി ആയിക്കോ. ഇന്നോട്ട് എന്ത് ചെയ്തോ? റെഡി ആയിക്കോ. അപ്പൊ ആരും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, 65 സങ്കീർത്തനം എടുത്തപ്പോഴേ ഓർത്തതാ, എന്തോ കൊണിച്ച് വരുന്നുണ്ട്, മാറ്റണ്ടേ. ആമേൻ. ഈ പ്രാവശ്യം സ്തോത്രം, ഈ എൽഡേഴ്സിനൊക്കെ ആമേൻ വളരെ അവർക്കെല്ലാം പ്രാർത്ഥിക്കാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു വർഷം കൂടിയാണ്, അല്ലേ? ഓക്കെ, 3-4 കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സംവത്സരങ്ങളെ നന്മ കൊണ്ട് ദൈവം അലങ്കരിക്കും, നിന്റെ പാതകളെ പുഷ്ടിപൊഴിക്കും. എങ്ങനെ? 10ാമത്തെ വാക്യം. നീ അതിന്റെ ഉഴവ് ചാലുകളെ നനയ്ക്കും. എങ്ങനെയാണ് ഇത് പുഷ്ടി ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇത് നന്മയുണ്ടാകുന്നത്? 10ാമത്തെ വാക്യം. അതിന്റെ ഉഴവുചാലുകളെ നനക്കുന്നു. കുറിച്ചു വെച്ചോ. ഇതെങ്ങനെ പുഷ്ടി പ്രാപിക്കും? ദൈവം നനക്കും. ആമേൻ. ദൈവം നനക്കും. നിന്റെ ഡ്രൈ ആയിട്ടുള്ള ഏരിയ എല്ലാം ദൈവം നനക്കും.
ഉണങ്ങിപ്പോയ ഭാഗമെല്ലാം ദൈവം നനക്കും. എവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ടോ, എവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ടോ, കുടുംബത്തിനകത്ത് ഡ്രൈ ആണോ, നിന്റെ വേലസ്ഥലത്ത് ഡ്രൈ ആണോ, എവിടെയെല്ലാം ഡ്രൈ ആയിട്ടുണ്ട് പോകുന്നുണ്ട്, വരണ്ട നിലം എവിടെയെല്ലാം ഉണ്ട്, അത് 2026 ദൈവം നനക്കാൻ പോകുന്നു. ഒരു നനവുള്ള തോട്ടം പോലെ, ഒരു നനവുള്ള തോട്ടം പോലെ ദൈവത്തിനെ നനക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇരുകരമെന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരു നനവ് ദൈവം തരും. ഇതെങ്ങനെ പുഷ്ടി വരും? ഇതെങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്? ഇതെങ്ങനെയാണ് നന്മയുണ്ടാകുന്നത്? ഇത് നന്മയുണ്ടാകുന്നത്, ഇത് പുഷ്ടി ഉണ്ടാകുന്നത് ദൈവം എന്ത് ചെയ്യും? ഇതിനെ നനക്കും. ദൈവം ഒരു നനവ് തരും, ഒരു നനവ് തരും. ഇതിനകത്ത് ഈ വചനം കേൾക്കുന്ന ആരും ആമേൻ ഈ 2026 വരണ്ടു പോവത്തില്ല. ആമേൻ പറഞ്ഞോ വരണ്ടു പോവത്തില്ല. നീ വരണ്ടു പോവത്തില്ല. നിന്റെ തലമുറ വരണ്ടു പോവത്തില്ല. നിന്റെ കുടുംബം വരണ്ടു പോവത്തില്ല. ഒരു നനവ് ദൈവം തരും. ഓ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഏദം തോട്ട് നനയ്ക്കേണ്ടതിന് ഒരു നദി പുറപ്പെടുവിച്ചു. അതിന്റെ 4 ശാഖയായി അത് പുറപ്പെട്ടതുപോലെ ഒരു നനവ് നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറക്കകത്ത്, നിന്റെ കുഞ്ഞിനകത്ത് ദൈവം നൽകി തരുമെന്ന് ഇന്ന് ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നു. അമ്മേ, ദൈവം നിനക്കൊരു നനവ് തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ആ ഉണങ്ങിയതെല്ലാം മാറും. അതിന്റെ ഡ്രൈ ആയതെല്ലാം, എല്ലാവരും പറഞ്ഞ ഡ്രൈ ആയത് കഴിഞ്ഞ 2025 ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് പോയെങ്കിൽ ആ വരൾച്ച എല്ലാം ദൈവം മാറ്റും. ആ വരൾച്ചയെല്ലാം ദൈവം മാറ്റും. ഒരു നനവ് ദൈവം തരും. 2 അതിന് 10ാമത്തെ വാക്യം, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തും. നീ അതിനെ എന്തുടക്കും? കട്ട ഉടച്ചു നിരത്തും. ആമേൻ. നനവ് വന്നാൽ കട്ടയൊക്കെ ഉടയും. ഹല്ലേലൂയ. അവൻ വിതച്ചിട്ടും ആ വിത്ത് മുളയെടുക്കാതെ കട്ടയായി കിടക്കുന്ന കട്ടകൾ ദൈവം ഉടച്ചു മാറ്റും. ഒരു ഹല്ലേലൂയ പറ. ആരോടൊക്കെയോ പരിശുദ്ധന പറയുന്നു. നമ്മൾ പറയില്ലേ, ഇത് അല്പം പ്രയാസമാ, ഇത് ഉടയാൻ പ്രയാസമാ, ഇത് മാറാൻ പ്രയാസമാ, ഇത് മാറിപ്പോകാൻ പ്രയാസമാ. കുഞ്ഞെ, കുറിച്ചു വെച്ചോ, 2026 ആ വലിയ കട്ടകൾ ദൈവം ഉടക്കും. പ്രയാസമെന്ന് പറഞ്ഞത്, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്, നടക്കില്ലെന്ന് പറഞ്ഞത്, ദൈവം ആ കട്ടകൾ യേശുവിന്റെ നാമത്തിൽ അത് ഉടച്ചു കളയും. ദൈവം അത് ഉടച്ചു മാറ്റും. ദൈവം അത് ഉടച്ചു മാറ്റും. എവിടേക്കെയോ ഉടയാത്തതിനെ ദൈവം ഉടക്കും. അടുത്ത വർഷം ആ ഉടയുന്നത് നീ കാണും. അമ്മേ, ആരോട് എനിക്കറിയില്ല. ഗോലിയാത്തിന് സമമായി ഒരിക്കലും ഇത് താഴുകയില്ല, ഉടയില്ല എന്ന് പറയുന്നതിനെയൊക്കെ ദൈവം ഉടച്ച് ഒരു നനവ് ദൈവം തരും. ആമേൻ. എങ്ങനെയാ ദൈവം നടത്തുന്നത്? എങ്ങനെയാ ദൈവം കട്ട ഉടക്കുന്നത്? അടുത്ത വാക്യം, മഴയാൽ നീ അതിനെ എന്ത് ചെയ്യും? കുതിർക്കുന്നു. മഴ തരും. സ്തോത്രം. ദൈവം എന്ത് തരും? ഒരു മഴ. 3 കാര്യം ഞാൻ പറഞ്ഞു. 1 നനയ്ക്കും, 2 കട്ട ഉടക്കും, 3 മഴയാൽ നീ അതിനെ ഒരു മഴ അതിന്മേ തരും. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. ഇതൊക്കെ ആമീൻ പറഞ്ഞോ. അതിന്റെ മുള ഒരു ചെറിയ മുളയാ, പക്ഷെ മുളയെ ദൈവം അനുഗ്രഹിക്കും. ഒരു കൊച്ചു നാമ്പാണ്, അതിനെ ദൈവം അനുഗ്രഹിക്കും. നിനക്ക് ചെയ്യാൻ കഴിയുന്നത്, നീ നോക്കുമ്പോൾ ഒരു കൊച്ചു നാമ്പാണ്, ഒരു ചെറിയ മുളയാ. ഭാരപ്പെടേണ്ട, ആ മുളയെ ദൈവം അനുഗ്രഹിക്കും. മോനെ, ഇനി 12ാമത്തെ വാക്യം. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. ആമേൻ. എന്താണ് സംവത്സരങ്ങളിലെ നന്മ എന്ന് പറയുന്നത്? മരുഭൂമിയുടെ അവസ്ഥകൾ ദൈവം മാറ്റും. പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കും, കുന്നുകൾ ഉല്ലാസം ധരിക്കും. ഇനി 13ാമത്തെ വാക്യം സഭയോടുള്ള ദൂതാണ്. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കും. ആമേൻ. ഒന്ന് പറഞ്ഞ, എല്ലാരും പറഞ്ഞേ. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് അതിവിടെ സംഭവിച്ചിരിക്കും. ആട്ടിൻകൂട്ടം കൊണ്ട് സഭ നിറയാൻ പോകുകയാണ്. പോരാ കരമടിച്ച് കർത്താവിന് നന്ദി പറ. ആട്ടിൻകൂട്ടം കൊണ്ട് ഫോർട്ട് വെച്ച് ഡെലിവൻസ് ചർച്ച് നിറയാൻ പോകുകയാണ്. ആത്മാക്കളുടെ കൂട്ടം കൊണ്ട്, ആത്മാക്കളുടെ ആട്ടിൻകൂട്ടം കൊണ്ട് ദൈവസഭയെ നിറക്കട്ടെ. സഭയെ ദൈവം നിറക്കട്ടെ. ആമൻ ആമൻ. അവിടുന്ന് ഇവിടുന്ന് ചൂള ഊത്തി വിളിക്കുന്നത് പോലെ ഒരു വലിയ കൂട്ടം ജനം ആലയത്തിലേക്ക് ഒഴുകി വരട്ടെ.
ഒഴുകി വരട്ടെ, ഒഴുകി വരട്ടെ, ഒഴുകി വരട്ടെ. മോനെ, മേച്ചിൽ പുറങ്ങൾ ആട്ടിൻകൾ കൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. മൂടി അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ആമേൻ. ഞാനിത് ഇന്ന് ഈ 2026 നിങ്ങളോട് എന്താ പറയേണ്ടത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്ന സങ്കീർത്തനമാണ്. അതുകൊണ്ട് അവസാന വാക്യം വായിച്ച് ഞാൻ നിർത്താം. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. മേച്ചിൽ പുറം ആട്ടിൻ കൂട്ടം കൊണ്ട് നിറഞ്ഞാൽ താഴ്വരയിൽ എന്ത് വരും? ധാന്യം വരും. ആട്ടിൻകൂട്ടം നിറയാൻ തുടങ്ങുമ്പോ താഴ്വര മുഴുവൻ എന്ത് നിറയും? ധാന്യം നിറയും. ആരും കൊണ്ടുവരണ്ട, ദൈവം കൊണ്ടുവരും. ദൈവം കൊണ്ടുവരും. ഒരു നല്ല ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. അവൻ അങ്ങനെയാണെങ്കിൽ ആ വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ദൈവം സംവത്സരത്തെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. എങ്ങനെ അനുഗ്രഹിക്കും? അതിന്റെ ഉഴവ് ചാലുകളെ നനക്കും. അതിന്റെ കട്ടയെ ഉടച്ചു നിരത്തും. ദൈവം ഉടക്കും. മഴയാൽ നീ അതിനെ കുതിർക്കും. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. മരുഭൂമി 12 വാക്യം, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആട്ടിൻകൂട്ടം നിറഞ്ഞു കഴിയുമ്പോ ധാന്യം നിറയും. ആട്ടിൻകൂട്ടവും ധാന്യവും നിറയുന്നിടത്ത് ഒരു ആർപ്പുണ്ടാകും, ഒരു പാട്ടുണ്ടാകും. കൊയ്ത്തുകാലത്തെ പാട്ട് പോലെ, കൊയ്ത്തുകാരുടെ പാട്ട് പോലെ, ഒരു ഉയർച്ചയുടെ പാട്ട്, ഒരു വീണ്ടെടുപ്പിന്റെ പാട്ട്, ഒരു സമൃദ്ധിയുടെ പാട്ട് ദൈവം നമുക്ക് നൽകി തരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് നന്ദി പറ. ആമേ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2026 യഹോവ ഈരെ, അവൻ കരുതുന്നവനായി. യഹോവ ശമ്മ, അവൻ കൂടെ ഇരിക്കുന്നവനായി. യഹോവ റാഫ, അവൻ സൗഖ്യമാക്കുന്നവനായി. യഹോവ എൽശദായി, അവൻ സർവശക്തനായി. യഹോവ നിസി, അവൻ ജയത്തിന്റെ കൊടിയായി നിന്റെ കുടുംബത്തോടു കൂടി ഇരിക്കട്ടെ, നിന്റെ തലമുറയോട് കൂടി ഇരിക്കട്ടെ. നീ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അവൻ യഹോവ നിസിയായിരിക്കട്ടെ. ഇരു കരങ്ങൾ കൂട്ടിയടിച്ച് അതൊന്ന് സ്വീകരിക്കാൻ കഴിയുമോ? എത്ര പേര് പറയും, എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോട് അടുത്തു വരികയില്ല. ആമേൻ. ആയതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ കേട്ട വചനം അനുഗ്രഹമായി തീരുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, ഈ 2026 നാം ആലയത്തോടുള്ള ബന്ധത്തിൽ വെക്കുന്ന സ്റ്റെപ്പുകൾ അനുഗ്രഹപൂർണമാകുവാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ നിങ്ങളോട് വിശ്വാസത്താലാ പറഞ്ഞേ. നിങ്ങൾക്കറിയാം, ഞാൻ വെക്കുന്ന സ്റ്റെപ്പുകൾ വിശ്വാസത്താലാണ് വെക്കുന്നത്. ആ വിശ്വാസത്താൽ വെക്കുന്ന കാര്യങ്ങൾ ദൈവം ഇതുവരെ നമ്മെ കൊണ്ടുവന്നു. പണമോ പ്രശസ്തിയോ ഒന്നും നോക്കിയല്ല നമ്മൾ ഇവിടം വരെ എത്തിയത്. ദൈവത്തിന്റെ കരുണയാ. ആയതിനാൽ ആ കാര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കരുണ ഉണ്ടാകാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മുടെ എല്ലാ ബ്രാഞ്ച് ചർച്ചുകളെയും നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. കാര്യമെല്ലാം ഒന്ന് കോർത്ത് പിടിച്ചേ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 2026 ഞങ്ങളുടെ ദർശനം, ഞങ്ങളുടെ സ്വപ്നം ആലയത്തിൻ്റെ വ്യാപ്തിയാണ്. ആലയം വിസ്താരപ്പെടണം. ജനം സ്വസ്ഥമായ ദൈവത്തെ ആരാധിപ്പാൻ ഒരു വലിയ ഇടം ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ച് ചർച്ചുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ട്രിവാൻഡ്രം മുതൽ കോയമ്പത്തൂർ വരെയുള്ള എല്ലാ ചർച്ചുകളെയും ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറയുകയാണ്. നമ്മുടെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കർത്താവിൻ്റെ ദാസൻ ക്ലിൻ്റൻ ആണ്.
അതുപോലെ മീഡിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ മെൽബിനാണ്. അവരോട് ചേർന്ന് ഫെബിൻ, അഗനല്, അതുപോലെ സ്റ്റീവ്, അതുപോലെ ലാൻഡോ, അതിനോട് ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മീഡിയയും സൗണ്ട് സിസ്റ്റം എല്ലാം നന്നായി ചെയ്യുന്നു. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. ഒരു വീഴ്ചയും ഇന്ന് വരെ വന്നിട്ടില്ല. അവരോട് ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ജോനാഥാൻ അവരെല്ലാം ഓടി നടന്ന് ഏറ്റവും ഭംഗിയായി ഇതെല്ലാം മീഡിയ വഴി അനേകർക്ക് കാണാൻ പറ്റിയ പരുവത്തിൽ ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്നു. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ്, ഇവരാരും ഇത് പഠിച്ചിട്ടല്ല ചെയ്യുന്നത്, ദൈവത്തിന്റെ കരുണ കൊണ്ട് ചെയ്യുക. മക്കളെ, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാറ്റിനും ദൈവം പ്രതിഫലം തരട്ടെ. ഈ വർഷം നമ്മൾ കുറെ കൂടി പ്രാർത്ഥനയിൽ ഒന്ന് ബലപ്പെടാൻ പോവുക അല്ലെ, പ്രാർത്ഥന കൂട്ടാൻ പോവുക. നമുക്ക് നമ്മുടെ ചർച്ചിന് ഒരു പ്രെയർ കോർഡിനേറ്റർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പോളങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. ചർച്ചിന്റെ ഒരു പ്രെയർ കോർഡിനേറ്റർ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു നിയോഗം തന്നതുകൊണ്ട് ഞാൻ അങ്ങ് ഏൽപ്പിക്കുക. ചർച്ചിൽ ഏത് സമയത്തും നമുക്കറിയാം, താൻ പൂർണ്ണ സമയം കർത്താവിന് വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നൊരു മനുഷ്യനാണ്. ഈ ആലയത്തിൽ ഏത് സമയത്തും അങ്കിളിന് ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വരാൻ പറ്റുമോ അവരെ എല്ലാം വിളിക്കുകയും ആലയത്തിൽ വിളിച്ച് അവരുമായി പ്രാർത്ഥിക്കുകയും വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി അങ്കിളെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം ചെയ്ത് 24 hours ആലയത്തിൽ പ്രാർത്ഥന ഉണ്ടാകേണ്ടതിനും പ്രാർത്ഥനയുടെ കൈമാറ്റം ഉണ്ടാകേണ്ടതിനും ഈ വർഷം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം നിയോഗിക്കുകയാണ്. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത്, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആലയത്തിൽ നിരന്തരമായ പ്രാർത്ഥന ആവശ്യമാണ്. അത് ലീഡ് ചെയ്യാൻ, ആ പ്രാർത്ഥന എങ്ങനെ കൊണ്ടുപോകണം, ആ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവെ അത് ചെയ്യാനുള്ള ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം അങ്ങയുടെ പുത്രന്മേൽ ദൈവം പകരും. മഹത്വമെല്ലാം അങ്ങേക്ക് ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും ചാടി എഴുന്നേറ്റാട്ടെ. അവൻ ഒരല്പസമയം കൂടി പാട്ടുപാടി നമ്മൾ അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നമ്മൾ അവൻ വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. നമ്മൾ കടന്നു പോകുമ്പോൾ ആത്മാവിൽ ആരാധിച്ച് നമുക്ക് കടന്നു പോകാം. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന UK ജോഷി ബ്രദറിന്റെ അമ്മ കഴിഞ്ഞ രാത്രി അവർ കോട്ടയത്തോട്ട് മാറി മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ പ്രിയ അമ്മച്ചി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷം ഞങ്ങളുടെ ആലയത്തിനോട് അടുത്ത് ആ പ്രിയ മാതാവ് ഉണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്തോട്ട് കടന്നുപോയി. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനി അനർത്ഥങ്ങൾ അസംഖ്യം. യഹോവ എല്ലാറ്റിനും വിടുവിക്കുന്നു. അങ്ങയുടെ കരം പ്രിയ മാതാവിനെ തൊടണമേ അപ്പാ. പരിപൂർണ സൗഖ്യം എൻ്റെ അപ്പച്ചൻ കൊടുക്കും. അങ്ങയുടെ നാമം ചൊല്ലി സൗഖ്യമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിനാക്കും ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് ഒരുപാട് പേര് നമ്മുടെ ചർച്ചിന്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് പല സ്ഥലത്തുനിന്ന് കടന്നു വന്ന് പ്രിയ ജേക്കബ്, ഡോക്ടർ ജേക്കബ് ഒക്കെ അവരൊക്കെ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവരുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വളരെ ദൂരം യാത്ര ചെയ്ത് നമ്മോട് ഒരുമിച്ചുണ്ട്. അതുപോലെ പലയിടങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ ആലയം തുറന്ന് ഞാൻ അകത്തോട്ട് കയറുമ്പോൾ 2 പേര് നമ്മുടെ ആലയത്തിനകത്തിരിക്കും. നമ്മുടെ സൂസൻ ആന്റിയും പീറ്റർ അങ്കിളും. അങ്ങളെ ഒന്ന് കരമുയർത്തിയെങ്കിൽ സ്വാത്രം ആന്റി നമ്മുടെ ചർച്ചിന്റെ അംഗമാ. കർത്താവിന്റെ ദാസൻ പീറ്റർ അങ്കിളും സൂസൻ ആന്റി എന്നോട് പണ്ടേ പറഞ്ഞു, 1-ാം തീയതി രാവിലെ ഞങ്ങൾ ഒരു ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. 1-ാം തീയതി വന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നേരം വെളുത്ത് 6 മണിക്ക് മുമ്പേ അങ്കിളും ആന്റിയും ഈ ആലയത്തിൽ വന്നു. ഒരു ആമേൻ എന്ന് പറ. അതുകൊണ്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒന്ന് ആരാധിച്ച് ബലപ്പെട്ട് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ചേർന്ന് വന്നേ ഒരല്പസം. മക്കളെ, ആരും പോകരുത്. ഫുഡ് കഴിച്ചിട്ട് പോകാവൂ.
അതുകൊണ്ട് ആരും പോയി കളയരുത് കേട്ടോ. നിങ്ങൾക്ക് ഒരല്പസമയം അതിനുവേണ്ട ക്രമീകരണമുണ്ട്. പറയാൻ പാടില്ലെന്ന് പറഞ്ഞു, എന്നാലും ഞാനങ്ങ് പറയാം. എൻ്റെ ഒരു സ്നേഹിതനുണ്ട് കാനഡയിൽ, പ്രസൽ എന്ന് പറയും. പുള്ളി പറഞ്ഞിരിക്കുന്നത് മിണ്ടിയേക്കരുതെന്നാണ്. താനാണ് എന്നോട് പറഞ്ഞത്, പക്ഷേ 1-ാം തീയതി എനിക്കൊരു ഫുഡ് കൊടുക്കണം. അങ്ങനെ ആ പ്രസലും കുടുംബമാണ് നമുക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒരുക്കിയിട്ടുള്ളത്. ആമേൻ. കാനഡയിലായിരിക്കുന്ന പ്രസലിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. കരമടിച്ച് നമ്മുടെ കർത്താവിനെ ചേർന്ന് എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം കരമടിച്ച് കർത്താവിനെ ഒന്ന് ആത്മാവിൽ ആരാധിച്ച് ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ച് ഹല്ലേലൂയ. കണ്ടാലും എത്ര വലിയ കരുണ എന്നെ ചൊരിഞ്ഞ് ചങ്കു വിഴിഞ്ഞെടുത്തൽ കറകൾ കഴുകി നിന്നാൽ. കണ്ടാലും എത്ര വലിയ കരുണ എന്നെ ചൊരിഞ്ഞ് ചങ്കു വിഴിഞ്ഞെടുത്തൽ കറകൾ കഴുകി നിന്നാൽ. ആളൊഴിഞ്ഞ വീടുപോലിരുന്നെന്റെ ആയുസിന്റെ രാജകോലാഹലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ച് ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും. കണ്ടാലും എത്ര വലിയ കരുണ എന്നെ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്ത കറകൾ കഴുകി നന്നാ. കണ്ടാലും എത്ര വലിയ കരുണ എന്നെ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്ത് കറകൾ കഴുകി നന്നാ. ആളൊഴിഞ്ഞ വീടുപോലിരുന്നെ ആയുസിന്റെ രാജകോലാഹലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ച് ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും, ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും. ഭൂലോകം ഉണ്ടാകും മുൻപേതാണെന്നേ അറിഞ്ഞെന്നേ പണ്ടേ എൻ പേരു ചൊല്ലി വിളിച്ചെന്നേ. ഭൂഗോളം ഉണ്ടാകും മുൻപേതാണെന്നേ അറിഞ്ഞെന്നേ പണ്ടേ എൻ പേരു ചൊല്ലി വിളിച്ചെന്നേ. പൊന്നു തമ്പുരാൻ തന്റെ കോടാകോടി ദൂതരുമ എന്നെ തന്നോടു കൂടെ കൊണ്ടുപോകാൻ വരുന്നെന്നേ. ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ, ആനന്ദത്തോടെ ആടും എൻ കാലുകൾ. കൂടെ നടന്ന കുട്ടർ പാതി വഴി വിട്ടിട്ടോടി സങ്കടത്താൽ സ്തംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും. കൂടെ നടന്ന കുട്ടർ പാതി വഴി വിട്ടിട്ടോടി സങ്കടത്താൽ സ്തംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും. സന്ധ്യയിങ്കൽ വിരാമം വന്നു നീഴൽ മൂടിയാലും രാവിലെ ആനന്ദമ്മൻ കണ്ണിൻ മുൻപിൽ വിളയാടും. ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ, ഓ ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ, ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ഓ ആനന്ദത്തോടെ ആടും എൻ കാലുകൾ. കണ്ടാലും എത്ര വലിയ കരുണ എന്നെ ചൊരിഞ്ഞ് പിഴിഞ്ഞെടുത്ത കറകൾ കഴുകി നന്നാ. കണ്ടാലും എത്ര വലിയ കരുണ എന്നെ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്ത കറകൾ കഴുകി നന്നാ. ആളൊഴിഞ്ഞ വീടുപോലിരുന്നെ ആയുസിന്റെ രാജകോലാഹലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ച് ആനന്ദത്തോടെ ആടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആടും. താഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ച എണ്ണിയെ കാത്തവനെ. താഴ്ചയിൽ എന്നെ ഓർത്തവനെ, വീഴ്ച എണ്ണിയെ താഴ്ചയാലല്ല വിശ്വാസത്താലേ വാഞ്ചയേകി നിത്യം ചേർത്തവനെ. താഴ്ചയാലല്ല വിശ്വാസത്താലേ
സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. തല തകർത്തവനെ, ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനമേശുവെ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും മിത്രനമേശുവെ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക കർത്തൻ ജയം നൽകിടും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൽ വഴി പോയിടലോ. ഒന്നിലും പതറിയിടരുതേ, വഴി പോയിടലോ. മന്നരിൽ മന്നവൻ നമ്മോട് എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോട് എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക ഓ കർത്തൻ ജയം നൽകിടും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും. പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനിൽ നിന്നു പാറയിൽ നിന്നു തേൻ പൊഴിയും, ജീവനിൽ നിന്നു കുടിക്കും. മരുപ്രയാണം കഴിയും വരെയും മറിയും അവൻ നിന്നെ വിശ്വാസത്തോടെ. മരുപ്രയാണം കഴിയും വരെയും മറിയും അവൻ നിന്നെ ചിരകളിയും. സ്തോത്രഗീതം പാടുക കർത്തൻ ജയം നൽകിടും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും. ആശിച്ച ദേശം കാണുകയാ ക്ലേശമഖിലവോ. ആശിച്ച ദേശം കാണുകയാ ക്ലേശമഖിലവോ. യേശുമനാൽ ചേർത്തിടും വേഗം സുനിതം മണവട്ടിയായ നമ്മെ. യേശുമനാൽ ചേർത്തിടും വേഗം സുനിതം മണവട്ടിയായ നമ്മെ. സ്തോത്രഗീതം പാടുക കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക ഓ കർത്തൻ ജയം. എന്നെ ഓർത്തവനെ, വീഴ്ചയെന്നിയെ ഓർത്തവനെ. എന്നെ ഓർത്തവനെ, വീഴ്ചയെന്നിവനെ. കാഴ്ചകളല്ല വിശ്വാസത്താലെ പക്ഷയെ നിത്യം ചേർത്തവനെ. കാഴ്ചകളല്ല വിശ്വാസത്താലെ പക്ഷയെ നിത്യം. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ പാടിടും, സർവശക്തനായവനെ. ഓ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യം
നാമത്തെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ യേശുവിൻ നാമം വിടുതല യേശുവിൻ നാമം രക്ഷയാ യേശുവിൻ നാമം ശക്തിയാ യേശുവിനെ വീണ്ടെടുത്തു യേശുവിൻ നാമം വിടുതല യേശുവിൻ നാമം രക്ഷയാ യേശുവിൻ നാമം ശക്തിയാ യേശുവിനെ വീണ്ടെടുത്തു ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ സർവശക്തനായവനെ ഹല്ലേലൂയ നമ്മുടെ കണ്ണുകളെടുക്കാം, നമുക്ക് ദൈവസന്നി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ഷൈബ് പാഷ മുന്നോട്ട് കടന്നു വരികയും കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കും. ഷാജി പാഷ ആശീർവാദം പറഞ്ഞ് ഈ 2026 ഈ ന്യൂ ഇയർ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും. താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം പരിശുദ്ധ പിതാവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ ദിനത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഞങ്ങളെ നടത്തിയ കർത്താവേ, ഈ വർഷവും നടത്തുവാനും വിശ്വസ്തനായി ഞങ്ങളൊപ്പമുള്ളതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ് പിതാവേ. ഞങ്ങളെടുത്ത തീരുമാനങ്ങളിൽ കർത്താവേ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു പിതാവേ. ദൈവസന്നിധിയിൽ വിശ്വസ്തമുള്ളവരായി ആലയത്തിനോട് ചേർന്ന് നിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവേ ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങയുടെ ദാസൻ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. താൻ പറഞ്ഞതായിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ തീരുമാനങ്ങളിലും കർത്താവേ സഭയായി കർത്താവേ ദാസനോട് ചേർന്ന് നിന്ന് ആലയത്തിന് വേണ്ടി പ്രയാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ 2026 ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലകളിൽ, ആമേൻ, കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളിൽ, കർത്താവിന്റെ ദാസന്മാരുടെ ശുശ്രൂഷ മേഖലകളിൽ കർത്താവ് ഒരു വിശാലത അവിടെ തരണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. യൂട്യൂബിലൂടെയും കർത്താവേ ആമേൻ അവിടുത്തെ വചനത്തെ ശ്രദ്ധിക്കുന്ന ഈ മീറ്റിംഗ് കൊടുത്ത എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരണതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്രയിപ്പിച്ച് ദിനംതോറും വഴിനിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോടും നമ്മോടും സകല വിശുദ്ധന്മാരോടും
ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. God bless you. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആരും തിരക്കിട്ട് പോകരുത്. ഞാൻ പറഞ്ഞ സമയത്തിനേക്കാൾ 10 മിനിറ്റ് മുൻപേ ഞാൻ നിർത്തി. കാരണം സ്തോത്ര കാഴ്ച ഇന്നില്ല, ഞായറാഴ്ചയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഞാൻ നേരത്തെ നിർത്തിയത്, എല്ലാവരും മുകളിൽ ചെന്ന് കഴിച്ച് പോകാവൂ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you.